എങ്ങനെയാണ് മാർവലിന് അവരുടെ ഏറ്റവും പോപ്പുലറായ സൂപ്പർ ഹീറോസിൻ്റെ എല്ലാം സിനിമാറ്റിക് റൈറ്റ്സ് എല്ലാം വിൽക്കേണ്ടതായിട്ട് വന്നത്? എല്ലാം ആരംഭിച്ചത് 1996 ഡിസംബർ 27-നാണ്. 610 മില്യൺസിനോളം കടമുള്ള മാർവൽ 1/3 എംപ്ലോയീസിനെയും പിരിച്ചുവിട്ടു. അടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യുമെന്നറിയാതെ മാർവൽ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. അന്നത്തെ മാർവൽ ഓണറായ റൊണാൾഡ് പെരൽമാന് ഈ നഷ്ടത്തിൽ നിന്ന് മറികടക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കോമിക്സിലും ആക്ഷൻ ഫിഗേഴ്സിലും മാത്രം ഒതുങ്ങാതെ ലൈവ് ആക്ഷനിലേക്ക് മാർവലിനെ എത്തിക്കുക. അതിനായി ആക്ഷൻ ഫിഗർ കമ്പനിയായ ടോയ് ബിസുമായി മാർവൽ മെർജ് ചെയ്ത് മാർവൽ സ്റ്റുഡിയോസ് ലോഞ്ച് ചെയ്യുക എന്ന പ്ലാനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ മറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഇതിന് സമ്മതിച്ചില്ല. അവരുമായി ലീഗലി റൊണാൾഡിന് മത്സരിക്കേണ്ടി വന്നു. പക്ഷെ 2 വർഷം നീണ്ടുനിന്ന ആ കോർട്ട് കേസിൽ റൊണാൾഡ് തോൽക്കുകയും മാർവലിന്റെ ഓണർഷിപ്പ് ടോയ് ബിസിലെ 2 എക്സിക്യൂട്ടീവ് സ്വന്തമാക്കുകയും ചെയ്തു. ഐസക് പെർൽമട്ടറും അവി അറാഡും. അവരുടെ ടാർഗറ്റും സിനിമ തന്നെയായിരുന്നു. മാർവലിന്റെ ഫ്യൂച്ചർ സിനിമ തന്നെയാണെന്നാണ് അവരും വിശ്വസിച്ചിരുന്നത്. അതിന് പെട്ടെന്നായുള്ള ക്യാഷിനായിട്ട് അവർ അവരുടെ ക്യാരക്ടേഴ്സിന്റെ സിനിമാറ്റിക് റൈറ്റ്സ് ലേലത്തിന് വെച്ചു. പക്ഷേ ഹോളിവുഡ് എക്സിക്യൂട്ടീവ്സ് ഒന്നും ആ ക്യാരക്ടേഴ്സിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാർവലിന് അത്ര വലിയ തുകയൊന്നും ലേലത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. 90കളിലെയും 2000-ലെയും എല്ലാം മാർവൽ മൂവീസ് എല്ലാം വൻ വിജയമായിരുന്നു. അപ്പോൾ ന്യൂ ലൈൻ സിനിമാസിന്റെ കൈവശമായിരുന്ന ബ്ലേഡ് നേടിയത് 70 മില്യൺ ആണെങ്കിൽ അതിൽ നിന്നും മാർവലിന് ലഭിച്ചത് വെറും $25,000 ആണ്. സ്പൈഡർമാൻ്റെ ആദ്യ 2 ഭാഗങ്ങളിൽ നിന്ന് സോണിക്ക് ലഭിച്ച 3 ബില്യൺസും അതിന്റെ ഷെയർ ആയിട്ട് മാർവലിന് ലഭിച്ചത് $62 മില്യൺ. ഒടുവിൽ മാർവൽ തോറിനെ സോണി പിക്ചേഴ്സിനും ക്യാപ്റ്റൻ അമേരിക്കയെ വാർണർ ബ്രദേഴ്സിനും വിൽക്കാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് മില്യനെയറായ ഡേവിഡ് മൈസൽ ഒരു ഐഡിയയുമായിട്ട് മാർവൽ എക്സിക്യൂട്ടീവ്സിനെ സമീപിച്ചത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്തോടെ എന്ന് പെർൽമെട്ടറിനോടും അവിയാറഡിനോടും അയാൾ ചോദിച്ചു. അതിലൂടെ 100% പ്രോഫിറ്റും മാർവലിന് സ്വന്തമാക്കാം. പോരാതെ എല്ലാ സൂപ്പർ ഹീറോസിനെയും ഓരോ പ്രോജക്ട്സിലായിട്ട് ക്രോസ് ഓവർ ചെയ്യിപ്പിച്ച് ഒരു യൂണിവേഴ്സ് തന്നെ ബിൽഡ് ചെയ്യാനും സാധിക്കും. ആ പ്ലാനിൽ അവർ സംതൃപ്തനായെങ്കിലും അതിനായി അവർക്ക് ഒരുപാട് പണം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് 2005-ൽ മാരി ലിഞ്ച് എന്ന ബാങ്കിൽ നിന്നുള്ള ഡീൽ ഉപയോഗിച്ച് 7 വർഷത്തോളം വരുന്ന ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയത്. ആ ഡീൽ പ്രകാരം മാർവലിൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന 10 ക്യാരക്ടേഴ്സിനെ വെച്ച് അവർക്ക് മൂവി ചെയ്യണമായിരുന്നു. സിനിമ പരാജയമാവുമെങ്കിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ റൈറ്റ്സ് എല്ലാം ബാങ്ക് സീസ് ചെയ്യും. പക്ഷെ മാർവലിന് എന്നിട്ടും ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നം ഓൾറെഡി വിറ്റുപോയ ക്യാരക്ടേഴ്സിനെ തിരിച്ചു പിടിക്കുകയായിരുന്നു. അങ്ങനെ ബ്ലാക്ക് വിഡോയെയും ഹൾക്കിനെയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് തന്നെയായ അയൺമാനെയും മാർവൽ തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ മാർവൽ എടുത്ത ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്ന് കെവിൻ ഫൈഗിയെ CEO ആയിട്ട് തീരുമാനിച്ചതാണ്. ഇനിയുള്ള മാർവലിന്റെ ഫ്യൂച്ചർ തന്നെ തീരുമാനിക്കാനിടയായ അയൺമാൻ അങ്ങനെ 2008-ൽ റിലീസായി. ആദ്യ വീക്കിൽ തന്നെ 100 മില്യൺ കൈക്കലാക്കിയ അയൺമാൻ ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിട്ടാണ് മാറിയത്. ടോട്ടൽ 555 മില്യനാണ് അയൺമാൻ ആകെ നേടിയത്. ആ സക്സസ് കൊണ്ടാണ് 2009-ൽ ഡിസ്നി മാർവലിനെ 4.3 ബില്യൺ കൊടുത്ത് സ്വന്തമാക്കിയത്. പിന്നീടുള്ള ചരിത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അയൺമാന് ശേഷം $16 ബില്യൺ മാർവൽ ഇതുവരെ സിനിമയിൽ നിന്ന് തന്നെ സ്വന്തമാക്കിയത്. പോരാതെ ഫോക്സ് സ്റ്റുഡിയോസിന്റെ കൈവശമുണ്ടായിരുന്ന എക്സ്മെന്റെയും ഫാന്റാസ്റ്റിക് ഫോറിന്റെയും ഡെഡ്പൂളിന്റെയും എല്ലാം റൈറ്റ്സ് എല്ലാം മാർവൽ തിരിച്ചു പിടിച്ചു. അതുകൊണ്ട് മാർവലിന്റെ ഇനിയുള്ള പ്രൊജക്ട്സിലെല്ലാം ഫുള്ളി പാക്ഡ് ആയിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡേവിഡ് മൈസൽ എന്ന വ്യക്തിയുടെ ഒരു ഐഡിയ ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ ഉണ്ടാവുമായിരുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനിയും ഇതുപോലുള്ള കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.